ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടേതായ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കേരളം പഠിപ്പിക്കുന്നത് ഗാന്ധി ഘാതകൻ ഗോഡ്സെ എന്ന് തന്നെ എന്ന ഹെഡ്ലൈനിലോട് കൂടിയാണ് ഇക്കാര്യം പറയുന്നത്. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെയും സവർക്കറേയും ഉൾപ്പെടുത്തുമെന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചരണം മാത്രമെന്നാണ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി പറയുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് മന്ത്രി പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറ വെക്കാനല്ല എന്നാണ് മന്ത്രി പറയുന്നത്. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതേണ്ട. കേരളത്തിന് സ്വന്തവും ശക്തവുമായ ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ട് എന്നതൊക്കെയാണ് അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കാനും വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ല. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെയാണെന്ന ചരിത്ര സത്യം കേരളത്തിൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആർക്കും വായിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇത് പ്രസക്തമാകുന്നത് CPIയുടെ എതിർപ്പ് എന്ന് പറയുന്നത് ഇതിലൂടെ NEP നടപ്പിലാക്കുമോ, RSSന്റെ അജണ്ട നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് CPIയുടെ എതിർപ്പ് എന്നത് ഓർക്കണം. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അത് വളരെ വ്യക്തമായി K. സുരേന്ദ്രനുള്ള മറുപടി എന്ന നിലയിൽ ഈ പ്രസ്താവനയിലൂടെ അത് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ CPIയുടെ എതിർപ്പ് മയപ്പെടുത്തുക എന്ന നീക്കത്തിലെ ഒരു ചുവടുവയ്പ് കൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ കുറിപ്പ് എന്നുകൂടി നമ്മൾ കാണണം. CPM പ്രതിനിധി ഡോക്ടർ P.K. ഗോപനിലേക്കാണ്. ഡോക്ടർ P.K. ഗോപൻ, നോക്കൂ, ഈ വിദ്യാഭ്യാസ നയം കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കുമോ എന്നതാണ് CPIയുടെ വലിയ ആശങ്ക. CPI ആ എതിർപ്പ് എല്ലാ ഘട്ടങ്ങളിലും തുറന്നു കാട്ടിയതാണ്. പക്ഷേ മുന്നണി മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ആണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നതാണ് അവരെ ഈ രീതിയിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന കാര്യം. അതിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു അനാവശ്യ ധൃതി ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദമുണ്ട്. അതാണ് CPIയെ പോലും അവരുടെ എതിർപ്പ് പോലും മറികടന്ന് ഈ രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലേക്ക് നയിച്ചത് എന്നതാണ്. അതിൽ ശ്രീ സേനാപതി വേണു പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാരണം ഈ അന്തർധാരയുടെ കോപ്പി ഞങ്ങൾ വാങ്ങിച്ചത് രാജസ്ഥാൻ മുഖ്യമന്ത്രി ശ്രീ ഗെഹ്ലോട്ടിൽ നിന്നാണ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ്. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു, ഈ PM ശ്രീയിൽ ഒപ്പിടുന്നതിന് BJP ആയിട്ട് എന്തൊക്കെ ധാരണയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ കോപ്പി അദ്ദേഹം തന്നു. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയതിനു ശേഷം ഞങ്ങൾ കർണാടകയിൽ നിന്ന് അതെടുത്തത്, അതിന്റെ കോപ്പി. പിന്നെ ഞങ്ങൾ തെലങ്കാനയിൽ പോയിരുന്നു, അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ 4 മുഖ്യമന്ത്രിമാർ നടപ്പിലാക്കിയപ്പോ അവരോട് ചോദിച്ചു ഞങ്ങളത് എങ്ങനെയാണ് BJP ആയിട്ടുള്ള ഡീല് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ PM ശ്രീ ഒപ്പിട്ടത്. അപ്പോ കോൺഗ്രസും BJPയുമായിട്ട് ഈ കരാർ ഒപ്പിടുന്നതിന് എന്തൊക്കെ ധാരണയാണോ ഉണ്ടാക്കുന്നത് അത് അനുസരിച്ച് CPMഉം കോൺഗ്രസും BJP ആയിട്ടുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു എന്നാണല്ലോ ഇപ്പോ ശ്രീ സേനാപതി പറഞ്ഞത്. അദ്ദേഹം ഇത്രയും കൃത്യമായിട്ട് ഇത് പറയണമെങ്കിൽ അവരുടെ ഗവൺമെന്റുകൾ PM ശ്രീയിൽ ഒപ്പിട്ടപ്പോ ഇതെല്ലാം നടപ്പിലാക്കി കാണുമല്ലോ. അപ്പൊ അവരൊപ്പിടുന്നതിന് BJP ആയിട്ട് അന്തർധാര വേണ്ട, CPM ഒപ്പിടുന്നതിന് മാത്രം, അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ഒപ്പിടുന്നതിന് മാത്രം അന്തർധാര എന്നുള്ളത്. ഇടപെട്ടോട്ടെ, ഈ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും തങ്ങളെ ഇരുട്ടിൽ നിർത്തിയാണ് അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ആലോചിക്കാതെയാണ് ഇത് നടപ്പാക്കിയതെന്ന് ഘടകകക്ഷികൾ ആരെങ്കിലും ഇതുപോലെ പരസ്യമായി പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? സംതിങ് ഈസ് റോങ് എന്നാണ് ബിനോയ് വിശ്വം ഇന്നലെ ഉപയോഗിച്ച വാക്ക്. ഈ പദ്ധതി ഈ കരാറിന്റെ വിഷയം അതാണോ? അത് വേറെ പാർട്ടികൾ തമ്മിൽ പരിഹരിക്കേണ്ട വിഷയം, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഓക്കെ, താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ പറഞ്ഞത് 4 സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്, അവർ BJP ആയിട്ടുള്ള ധാരണ പ്രകാരമാണോ എന്ന് താങ്കൾ മറുപടി പറയുമ്പോൾ എൻ്റെ ഒരു സംശയമാണ്, അവിടെ ഒന്നും അവരുടെ ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടു എന്നൊരു പരാതി ഉയർന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ പക്ഷേ CPI പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. അവർ പ്രതിഷേധിക്കുന്നു, പരസ്യമായി പറയുന്നു. അവരുടെ പ്രതിഷേധം ഏത് തലത്തിൽ വരെ എത്തുമെന്ന് 27-നെ അറിയുള്ളൂ.
അപ്പൊ നിങ്ങളുടെ വിഷയം ഈ കരാറും പിന്നെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമല്ല. CPI വിഷയം ക്ലിയർ ആയല്ലോ. CPIയുടെയും വിഷയം ഊതിപ്പെരിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അത് വളരെ വ്യക്തമായല്ലോ. അതിനെന്തായാലും നിന്നുതരാൻ ഉദ്ദേശിക്കുന്നില്ല. കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് നമ്മളുള്ളൂ. മറ്റേതിനെന്തായാലും നിന്നുതരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് മറുപടി ശ്രീ സേനാപതി കോൺഗ്രസിന്റെ പ്രതിനിധി, എന്റെ ബഹുമാന്യ സുഹൃത്ത്, അദ്ദേഹം ഇവിടെ ശക്തമായിട്ട് വാദിച്ചെടുത്തത് ഈ അന്തർധാരയെ കുറിച്ചാണ്. ഈ അന്തർധാര എന്നുള്ള സാധനം അല്ലാതെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താന്ന് പറ. ഈ കോൺഗ്രസ് ആവിഷ്കരിക്കുന്ന നിലപാട് എന്താന്ന് പറ. ഗ്ലോബലൈസേഷന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടെന്ന് പറ. BJP ആയിട്ട് കോൺഗ്രസിനുള്ള തർക്കം എതിര. അവർ ഭരണകക്ഷിയും ഇവർ പ്രതിപക്ഷം എന്നുള്ളതല്ലാതെ ഒരു രാഷ്ട്രീയ തർക്കവും ഇല്ല. അവർ ആശയപരമായ ഒരു തർക്കവും ഇല്ല. നമ്മളതല്ല. അത് സംബന്ധിച്ചു ശ്രീ PK ഗോപൻ, നോക്കൂ, കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട നയം എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുൻപ് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് CPMന്റെ നയം എന്താണെന്ന് ചോദിക്കണമല്ലോ. ഇപ്പോൾ പോലും വന്ന പ്രസ്താവനയിൽ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്ന് നോക്കണമല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പാഠ്യപദ്ധതികളൊന്നും ഇവിടെ നടപ്പാകില്ല എന്നതാണല്ലോ അദ്ദേഹം ഈ മെസ്സേജിലൂടെ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു വിയോജിപ്പിന്റെ സ്വരമാണല്ലോ. CPM എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നത്? അല്ലെ, ഇത് എനിക്ക് പറയാൻ അവസരം തന്നെ. സേനാപതി ഒരു 15 മിനിറ്റ് നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. ഇങ്ങനെ ചോദ്യം മാത്രമായിട്ടിരുന്നാൽ അങ്ങനെ അതൊരു ഡിബേറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട് CPIന്റെ ഇടതുപക്ഷത്തിന്റെ നയം വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, ഈ കേരളത്തിൽ SSAയുടെ ഫണ്ട് വെട്ടിക്കുറച്ചപ്പോ, NHMന്റെ ഫണ്ട് വെട്ടിക്കുറച്ചപ്പോ, കേന്ദ്ര പദ്ധതികളുടെ വിഹിതം പൂർണ്ണമായിട്ട് വെട്ടിക്കുറച്ചപ്പോ അത് അവരുടെ ഒരു ഔദാര്യമായിട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്തത്. നിങ്ങളും കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പത്രങ്ങളും എല്ലാം ഈ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ തെരുവിൽ നടത്തുന്ന പ്രസംഗത്തിലെ കണക്ക് കാണിക്കുന്നില്ല എന്നുള്ള ബാലിശം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അവസാനം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെടുത്തിയിട്ട് സുപ്രീം കോടതി ഇവരെ ഇട്ട്, അതുപോലെ കേരള ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരിനെ ഇട്ട് വട്ടം കറക്കി അവരോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ പൈസ കൊടുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കടം എഴുതി തള്ളുന്നില്ല? കേരള സർക്കാർ എഴുതി തള്ളിയല്ലോ, നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്ന് ആവർത്തി ചോദിച്ചു. നിങ്ങൾ എത്ര ചർച്ചയുണ്ടാക്കി ചാനലുകളിൽ, എത്ര വാർത്തകൾ കൊണ്ടുവന്ന്? SSAയുടെ ഫണ്ട് എത്ര കോടി രൂപയാണ് നമുക്ക് തരാതിരിക്കുന്നത്? ഈ PM ശ്രീയുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ഫണ്ട് തരാതിരുന്നാൽ, അത് നമ്മൾ ഒപ്പിടാതിരിക്കുമ്പോൾ അതിന്റെ ഫണ്ട് തരാതിരുന്നാൽ ശരിയാണ്, വേണമെങ്കിൽ അക്കാരണം പറയാം. പക്ഷെ അതിന്റെ മുന്നുപാധിയായിട്ട് വെച്ചിരിക്കുന്നത് SSAയുടെ ഫണ്ട് തരില്ല എന്നുള്ളതാ. SSAയുടെ 60% ഫണ്ട് കേന്ദ്ര സർക്കാർ തരേണ്ടത് ഇവിടുത്തെ BRC വർക്ക് ചെയ്യുവോ? ഇവിടെ SSA വർക്ക് ചെയ്യുവോ? ഈ സ്കൂളുകളിലെ വളരെ ദുർബലരായ കുട്ടികളെ സഹായിക്കുന്ന ഏതെങ്കിലും സ്കീമിൽ അവരുടെ സഹായം ഉണ്ടോ? ഉച്ചഭക്ഷണത്തിന് പൈസ തരുമോ? ഇങ്ങനെ 10,000 കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെടുത്തുന്നത്. താങ്കൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അതിലുള്ള എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല. കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ നമ്മൾ ആ ഫണ്ട് കിട്ടുന്നതിനുള്ള, വാങ്ങിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ കോടതിയിൽ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അത് നമുക്ക് അവകാശപ്പെട്ട തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് ആ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും തരത്തിൽ കീഴടങ്ങലല്ലല്ലോ അവിടെ സംഭവിച്ചിട്ടുള്ളത്. PM ശ്രീയിൽ അന്യായമായ 1000 കോടി പിടിച്ചു വെക്കുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടിക്ക് പോയില്ല? എന്തുകൊണ്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോയില്ല? തമിഴ്നാട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ബംഗാൾ നടപ്പാക്കിയിട്ടില്ലല്ലോ. കേരളം എന്തുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ആയിക്കളയാം, എന്നാൽ അങ്ങ് കീഴടങ്ങിക്കളയാം എന്നൊരു തീരുമാനമെടുത്തത്? അതിൽ ഘടകകക്ഷികളെ പോലും ഒപ്പം നിർത്താതെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഗവർണറുടെ വിഷയത്തിലും മറ്റ് ധനപ്രതിസന്ധി വിഷയത്തിലും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് PM ശ്രീയിൽ 1000 കോടി അന്യായമായി പിടിച്ചു വെച്ചപ്പോൾ ഈ നിയമ നടപടി എന്നൊരു പോംവഴി തേടാൻ കഴിയാതെ പോയത്? രേണുക ചുമ്മാ തമാശ പറയാതെ ശ്രദ്ധിക്കുന്നത്. തമാശയായിട്ടാണോ താങ്കൾക്ക് തോന്നിയത്? അതെ, ഇത് തമാശ തന്നെ. ആണോ? അതിപ്പോ ആ കേൾക്കുന്നവരുടെ ഇതല്ലേ, മനോനിലയല്ലേ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ മനോനില നിങ്ങൾ പറയുന്ന കോമഡിയാണെന്നാ. അതെ അതെ, താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായത്തിൽ പറയാം. ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ, താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായത്തിൽ മനസ്സിലാക്കാന്നേ, എനിക്കതിൽ വിഷയമില്ല. താങ്കളുടെ മനോനില അനുസരിച്ച് താങ്കൾക്ക് അഭിപ്രായം പറയാം. നിങ്ങൾ അങ്ങ് സംസാരിച്ചോളാൻ പറഞ്ഞില്ലേ, ഞങ്ങളങ്ങ് വിട്ടാരെ. സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അല്ല, താങ്കൾ പറഞ്ഞ കാര്യത്തിന് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കോമഡി എന്നൊക്കെ പറഞ്ഞ് സൗഹാർദ്ദ ചർച്ചയൊന്നും അല്ലല്ലോ. നിങ്ങൾ ആർക്ക് പഠിക്കുക?
നിങ്ങൾ വൈകുന്നേരം ഇരുന്ന് ആർക്ക് പഠിക്കുക? കേരളത്തിൽ ഏത് അവതാരകയാണ് നിങ്ങൾ ഇൻവൈറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ചുമ്മാ മണ്ടത്തരം വിളിച്ചു. താങ്കൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? താങ്കൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കോമഡി പറഞ്ഞുകൊണ്ട് താങ്കൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ചോദിച്ചാൽ പോരാ, ചുമ്മാ ചോദ്യം ചോദിച്ചാൽ മാത്രം മതിയോ? ഒരു 10,000 ചോദ്യം ചോദിക്കാൻ ഒരു ഉത്തരം പറയാനും സമ്മതിക്കില്ല. അതാ ഞാൻ ചോദിച്ചാൽ ആർക്ക് പഠിക്കാന്ന്. 10,000 ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന് കാണുന്നവർക്ക് ബോധ്യം ഉണ്ടാവും. നിങ്ങൾ അതേ കാണുന്നവർക്ക് ബോധ്യപ്പെട്ടോട്ടെ. നിങ്ങൾ അവരെ ഇരുത്തിയാൽ ചർച്ച ചെയ്താൽ മതി. ഒരു ഘട്ടത്തിൽ പോലും സേനാപതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ല. ഞാൻ കേട്ടോണ്ടിരിക്കുക. ശ്രീ പി കെ ഗോപൻ, താങ്കൾ സാങ്കേതിക തടസ്സം മൂലം ജോയിൻ ചെയ്യാൻ വൈകിയത് കൊണ്ടാണ് സേനാപതിക്ക് അത്രയും സമയം കൊടുക്കേണ്ടി വന്നത് തന്നെ. സേനാപതിയിൽ നിന്നും താങ്കളിലേക്ക് വരാൻ അത്രയും സമയം എടുത്തത്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റുകളിൽ ഈ കരാർ ഒപ്പിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു? കേരളത്തിൽ മാത്രം എന്താ പ്രശ്നം? നിങ്ങൾ ഇത് ആദ്യമായി ചർച്ച ചെയ്യുന്ന വിഷയമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ ഇതിന്റെ ആംഗിൾ എന്താണ് എന്നും ഒക്കെ താങ്കൾക്കറിയാം. ചുമ്മാ സമയം കളയാനേ ഇത്തരം തർക്കങ്ങൾ ഉപകരിക്കുള്ളൂ. അല്ല, നിങ്ങൾ സമയം കളഞ്ഞോ? നിങ്ങളുടെ ആംഗിളിൽ ഞാൻ നിന്ന് തരില്ല. CPIM ആയിട്ടുള്ള ചർച്ച ഡെവലപ്പ് ചെയ്യാൻ ഞാൻ നിന്ന് തരില്ല. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ല എന്നതാണ് ഞാൻ ചോദിച്ചത്. CPIM വിഷയം പോലും അല്ല ചോദിച്ചത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഈ ഫൈറ്റിംഗിൽ? ന്യൂസ് 18ന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഈ ഫൈറ്റിംഗിൽ? ഒന്നുമില്ലല്ലോ. അത് ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അവര് തരേണ്ട വിഹിതത്തെ സംബന്ധിച്ച് കേരളത്തിൽ പ്രതിപക്ഷം സഹായിച്ചോ? UDF ആരുടെ ഒപ്പം നിന്ന്? തരാത്ത BJPയുടെ ഒപ്പം നിന്ന്. കാരണം ഈ പണം കിട്ടാതിരിക്കുകയും കേരള ഇരുട്ടിലേക്ക് പോവുകയും ചെയ്യണമെന്ന് അവരാഗ്രഹിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ശമ്പളം കൊടുക്കുന്നതിന് തടസ്സമായി വരണമെന്ന് അവർ ആഗ്രഹിച്ചു. കേരളത്തിലെ 5 ലക്ഷം പിന്നാക്ക കുട്ടികൾക്ക് സഹായം ചെയ്യാൻ പാടില്ലെന്ന് അവർ ആഗ്രഹിച്ചു. അവർ എന്ത് ചെയ്തു എന്നാണ്? അവരല്ലേ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ടീവായിട്ട് നിന്ന ഇക്കാര്യത്തിൽ? അവർ സമരം നടത്തിയോ? അവർ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തതിനു വേണ്ടി പോയപ്പോ ചൂരൽമല ദുരന്തത്തിൽ അവർ സപ്പോർട്ട് ചെയ്തോ? ഏതെങ്കിലും തരത്തിൽ അവർ സപ്പോർട്ട് ചെയ്തോ? ഈ കേരളത്തിന്റെ സമ്പത്ത് പിടിച്ചു വെക്കുമ്പോ ഇവിടുത്തെ GST വിഹിതത്തിന്റെ നഷ്ടപരിഹാരം തരുന്നില്ല. ഇത് അവരുടെ സഹായം, കേന്ദ്ര ഗവൺമെന്റിന്റെ സൗജന്യമാണോ? ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന പൈസയിലേ ചോദിക്കുന്നുള്ളൂ. ഏതെങ്കിലും കാര്യത്തിൽ അവർ സഹായിക്കുന്നോ? അങ്ങനെ സഹായിക്കാതെ വന്നപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് SSKയുടെ ഫണ്ട് കിട്ടുന്നില്ല. SSKയുടെ ഫണ്ട് കിട്ടാതാവുമ്പോൾ BRCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികൾക്ക് മറ്റ് സഹായം ചെയ്യുന്നതിന് തടസ്സമായിട്ട് വരുന്നു. കേരള സർക്കാരിന്റെ പൈസ എടുത്ത് 13,000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരള സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് 10 പൈസ തരുന്നില്ല. അങ്ങനെ തരാതെ വന്നപ്പോൾ അവർ വെക്കുന്ന ഉപാധി എന്ന് പറഞ്ഞാൽ PMC ഒപ്പിട്ടാലേ തരികയുള്ളൂ. അപ്പൊ PMC ഒപ്പിടുമ്പോഴെന്താ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഇംഗിതത്തിന് നിന്ന് കൊടുക്കത്തില്ല. പാഠപുസ്തകം കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിച്ചാൽ ഇവിടെ പാഠപുസ്തകം മാറ്റില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാർ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ഇവിടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ എന്തൊക്കെയാ ഒഴിവാക്കിയേ? അംബേദ്കറെ പഠിക്കാൻ പാടില്ല, ഗാന്ധിവധം പഠിക്കാൻ പാടില്ല, മുഗൾ രാജവംശം പഠിക്കാൻ പാടില്ല, പരിണാമ സിദ്ധാന്തം പഠിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് NCERTയുടെ സിലബസ്. അത് ഏത് സമയത്താ? 10, 11, 12 ക്ലാസ്സുകളിലൊന്നും പഠിക്കാൻ പാടില്ല. കാരണം കൗമാരത്തിൽ നിന്ന് കുട്ടികൾ അവരുടെ ബോധ നിലവാരം ഷേപ്പ് ചെയ്യുന്ന ഒരു സമയത്താണ് ആ പാഠഭാഗങ്ങൾ വരുന്നത്. അത് പഠിക്കാൻ പാടില്ല. ഇവിടെ എന്ത് ചെയ്തു ശ്രീ രേണുക? ഞങ്ങൾ ചെയ്തത് എന്താ? അത് ഫൈറ്റ് ചെയ്തുകൊണ്ട് അഡീഷണൽ പാഠപുസ്തകം ഉണ്ടാക്കി അത് മൊത്തം പഠിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്യാത്ത രീതിയിൽ ഗവർണറുടെ അധികാരാവകാശങ്ങൾ പാഠപുസ്തകത്തിൽ കൊണ്ടുവന്നിട്ട് ഗവർണർമാർ കേരളത്തിൽ കാണിക്കുന്ന സംസ്ഥാന വിരുദ്ധമായ നിലപാടുകളും ഇല്ലാത്ത അധികാരം. തീർച്ചയായും ശ്രീ ഗോപൻ, ആ കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. നിങ്ങൾ പടവെട്ടി നേടിയ അല്ലെങ്കിൽ നിങ്ങൾ പൊരുതുന്ന കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ആ പാതകൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് PM ശ്രീയിൽ അത് നടന്നില്ല എന്നതാണല്ലോ ഞാൻ ചോദിച്ചത്. നോക്കൂ, ഇനിയിപ്പോൾ 150 സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കുമ്പോൾ അവിടെ കരിക്കുലത്തിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള സിലബസ് വന്നാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഒപ്പിട്ടപ്പോൾ തന്നെ ആ ധാരണ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കുറച്ച് സ്കൂളുകളിൽ ഗാന്ധിയെ പഠിച്ചോട്ടെ, മറ്റു ചില സ്കൂളുകളിൽ ഗോൾവാൾക്കറെ പഠിച്ചോട്ടെ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയായിരുന്നോ? ശ്രീമതി രേണുക, ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് കേരള ഗവൺമെന്റ് ഒപ്പിട്ട കരാർ പഠിച്ചാട്ടെ. ഇതിൽ ഏതെങ്കിലും കാര്യത്തിന് കീഴടങ്ങിയിട്ടാണോ ചെയ്യുന്നത് പഠിച്ചു നോക്കിയാട്ടെ. പിന്നെ ഏതെങ്കിലും ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എങ്ങനെയാണ്?
ആ ധാരണാപത്രം അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് സിലബസിൽ മാറ്റം വരുത്തത്തില്ല. സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ സിലബസിൽ നയങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. നടപ്പിലാക്കില്ല. ശ്രീ ഗോപൻ, താങ്കൾക്ക് കേൾവി ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എന്താ പറഞ്ഞേ? 150 സ്കൂളുകളിലെങ്കിലും PM ശ്രീ വഴി PM ശ്രീ സ്കൂളുകളാകുന്ന സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കേണ്ടി വരില്ലേ എന്നതാണല്ലോ ഞാൻ വ്യക്തമായി ചോദിച്ചത്. സംസ്ഥാനത്തിന്റെ സ്കൂളുകളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. PM ശ്രീയിൽ വരുന്ന സ്കൂളുകളിൽ 150 സ്കൂളുകളിൽ സവർക്കറെ പഠിക്കട്ടെ, ബാക്കിയുള്ള സ്കൂളുകളിൽ ഞങ്ങൾ കൊടുത്ത അഡീഷണൽ പാഠം പഠിച്ചോട്ടെ എന്നതാണോ നിങ്ങളുടെ നയം എന്നാണ് ഞാൻ ചോദിച്ചത്. ആ 150 സ്കൂളുകളിലും കേന്ദ്ര സിലബസ് അല്ല സംസ്ഥാന സിലബസ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ എല്ലാം അങ്ങനെ തന്നെ. എല്ലാ ഗവൺമെന്റുകൾക്കും അതിനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ ഏത് ഗവൺമെന്റിനും സംസ്ഥാന സിലബസ് പഠിപ്പിക്കാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര സിലബസ് നിർബന്ധമില്ല. വേണമെങ്കിൽ പഠിപ്പിച്ചാൽ മതി. ഈ പറയുന്ന സ്കൂളുകളിലും അത് മതി. അതുകൊണ്ടാണ് കേരള സർക്കാർ പ്രത്യേക സിലബസ്. ഇവിടെ 12 വർഷത്തിന് ശേഷം MOU ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ധാരണാപത്രത്തിൽ എന്തെങ്കിലും ഒഴിവുകഴിവുകൾ കൊടുത്തുകൊണ്ട് ഒപ്പിട്ടു എന്നതിന്റെ തെളിവ് താങ്കളുടെ പക്കലുണ്ടോ? ഞാൻ കരാറെടുത്ത് വായിക്കാം രേണുക. ആ കരാറിനകത്ത് നിങ്ങൾ MOU എന്താണ് പറഞ്ഞിരുന്നത്? MOU ഇത് പ്രകാരം NEP ഉൾപ്പെടെ നടപ്പാക്കണം എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ധാരണകൾ. NEP-ക്കകത്ത് ഈ കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കുമെന്ന് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അതിനകത്തില്ല. ആ കരാറിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വായിക്കാം, വേണം കേട്ടാ മതി. അങ്ങനെയാണെങ്കിൽ CPI അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താമല്ലോ. ഒപ്പിടുന്നതിന് മുൻപും ശേഷവും CPI ബോധ്യപ്പെടുത്താമല്ലോ. അതൊക്കെ CPM-നെയും CPI-യെയും ബോധ്യപ്പെടുത്താമല്ലോ. ഇത് ഒപ്പിടുന്നതിന് മുൻപ് ഇങ്ങനെ ഇരുട്ടിൽ നിർത്തി ഒപ്പിടേണ്ടുന്ന സാഹചര്യമില്ല. അതാ ഞങ്ങൾ ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഒപ്പിടാൻ പോകുന്നത്, അതിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് CPI-യെ ബോധ്യപ്പെടുത്താമായിരുന്നല്ലോ. എന്തിനാണ് ഒപ്പിടാൻ തീരുമാനിച്ചതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിലും മൗനം തുടർന്നത്? CPI-യെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു, അവരെ ബോധ്യപ്പെടുത്താമായിരുന്നു. ഇന്നലെ പരസ്യമായ വാർത്താ സമ്മേളനം ഒഴിവാക്കാമായിരുന്നു. ഇന്ന് ബാക്കി AIYF-ഉം AISF-ഉം ഒക്കെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് സമരം നടത്തുന്നത് ഒഴിവാക്കാമായിരുന്നു. അതൊന്നും ഒഴിവാകണ്ട രേണുക. സമരം നടത്തുന്നതിന് CPM-നും CPI-ക്കുള്ള അവകാശം അവർ ഉപയോഗിക്കട്ടെ. അവർ തമ്മിലുള്ള തർക്കം അവർ പരിഹരിക്കട്ടെ. അതിനകത്ത് കൊണ്ടിട്ട് കെട്ടാൻ നോക്കണ്ട ഈ വിഷയം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്ര നേരം സംസാരിച്ചല്ലോ, ചോദ്യമായല്ലോ. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേരള സർക്കാർ നടപ്പിലാക്കില്ലെന്ന് മാത്രമല്ല, അതിനെതിരായിട്ട് നിലപാടെടുത്തു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ചേരുമ്പോൾ ഈ NEP-ക്കെതിരായിട്ട് സംസാരിച്ച ഏക വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ശിവൻകുട്ടി എന്നാ. നിങ്ങൾ കുറിച്ച് വെച്ചു. 20 വിദ്യാഭ്യാസ മന്ത്രിമാരെ യോഗത്തിൽ പങ്കെടുത്തു. 19 പേരും NEP-ക്കെതിരായിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആരും മിണ്ടിയില്ല. അവിടെ സംസാരിച്ച ആളിന്റെ പേര് V ശിവൻകുട്ടി എന്നാ. ആ നിലപാട് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 12 വർഷത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചപ്പോ കേന്ദ്ര സിലബസിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തിന്റെ അവകാശം ഉപയോഗിച്ചിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. ചെറിയൊരു സംഭവമല്ല ചെയ്തേക്കുന്നത്. 567 പുസ്തകങ്ങൾ കേരളത്തിൽ പരിഷ്കരിച്ചു. ഏതാണ്ട് 3,67,00,000 പാഠപുസ്തകങ്ങൾ അച്ചടിച്ചു കൊടുത്തു. ആവേശപൂർവ്വം പറയുമ്പോ സേനാപതിയുടെയും ഒക്കെ നിലപാട് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ പ്രതികൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പാഠപുസ്തകങ്ങൾ കൊടുക്കാത്ത സമയത്ത് പഴയ പാഠപുസ്തകത്തിന്റെ കോപ്പി എടുത്ത്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്താണ് ഞങ്ങളൊക്കെ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ വിദ്യാർത്ഥികൾ കൊടുത്തുകൊണ്ടിരുന്നത്. ശ്രീ ഗോപൻ, ഞാൻ ചോദിച്ച തെളിവ് അല്ലെങ്കിൽ ധാരണാപത്രത്തിന്റെ ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയ തെളിവ് താങ്കൾ കാണിച്ചിട്ടില്ല. അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സമയം വേണമെങ്കിൽ താങ്കൾ എടുത്തോളൂ. ഞാൻ താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിലെത്താം. താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിലെത്താം. അപ്പോഴേക്ക് കാണിച്ചാൽ മതി. ഞാൻ വായിക്കാം. കരാറിന്റെ വ്യാഖ്യാനം, നിബന്ധനകൾ, വ്യവസ്ഥകൾ, നടപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തർക്കമോ വ്യത്യാസമോ ഉണ്ടായാൽ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ഇരു കക്ഷികളും എടുക്കും. ഡൽഹിയിലെ അധികാര പരിധിക്കുള്ളിൽ ഉചിതമായ ഫോറത്തിൽ ഉചിതമായി പ്രതി തേടാൻ കക്ഷികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഏത് ധാരണാപത്രമാണ് താങ്കൾ വായിക്കുന്നത്? എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യുമോ? താങ്കൾ അത് ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യൂ. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിലെത്താം. ശരി. ശ്രീ MS വേണുഗോപാൽ, ഈ പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ്? ഇത്തരം MOU-ൽ പറയുന്ന പ്രധാന ഘടകങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ധാരണാപത്രമാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് CPM പ്രതിനിധി പറയുന്നു. പക്ഷേ CPI-ക്ക് അത് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. CPI-യെ ഇരുട്ടിൽ നിർത്തിയാണ് ഈ ഒരു കരാറിലേക്ക് പോയത്. അതിനുശേഷവും ഒപ്പിടലിന് ശേഷവും 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു.